ഉള്ളിലുള്ളതും കൂടി ഇട്ടോ. രണ്ടിൻ്റെ ഉള്ളിലുള്ളതും അടിയിലുണ്ട് അടിയിലുണ്ട്. അല്ല ഇട്ടോ അപ്പുറം ഉള്ളിലുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഉള്ളിൽ കയറ്റി ഇരുത്തിയിരിക്കും. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് കേസ് കൊടുക്കാനായിട്ടോളൂ. ഞങ്ങൾ വിളിച്ചിട്ടില്ല. DYFIക്കാർ വന്ന് വന്ന് കൊടുത്തു. നിങ്ങളെ അല്ല വീട് തുറന്നത്. നിങ്ങൾ ആര് ചോദിച്ചാലും പറഞ്ഞാൽ ഞങ്ങളല്ല വീട് തുറന്നത്. ആ വീട് നാട്ടിലെ DYFIക്കാർ വന്ന് തുറന്നു തന്നാണ് ഞങ്ങൾ അതിനകത്ത് കയറ്റി ഇരുത്തിയെന്ന് മാത്രം പറഞ്ഞത്. വേറെ ഒന്നും ഇതിന്റെ ഭാഗത്ത് വരാനില്ല. ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ പ്രൈവറ്റ് ഫിനാൻസ് ഏജൻസിയിലെ ബന്ധപ്പെട്ട ആളുകളോട് വളരെ വിനയത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കേരളത്തിനകത്ത് ഒരു സാധാരണക്കാരനും വീട്ടിനകത്തു നിന്ന് വീട് പണയപ്പെടുത്തി ലോൺ എടുത്തു എന്നതിന്റെ പേരിൽ വഴിയാധാരമാക്കാൻ സമ്മതിക്കാത്തൊരു നാടാണ് കേരളം. അതിന്റെ പേരിൽ ഒരു സാധാരണ കുടുംബത്തെ പടിയിറക്കി വിട്ടുകൊണ്ട് അവരെ തെരുവിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ അധികാരികൾക്കെതിരെ DYFIയുടെ ശക്തമായ പ്രതിഷേധമാണ് ഇന്നിപ്പോ ഇവിടെ. അവർ പൂട്ടിയ പൂട്ട്, അവർ എത്ര വലിയ താഴിട്ട പൂട്ട് വെച്ച് പൂട്ടിയാലും ഞങ്ങളത് പൊളിച്ച് ഇതിനകത്തേക്ക് ആ വീട്ടുകാരെ കയറ്റുമെന്ന തീരുമാനത്തിലെത്തിയത് ആയതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്നവരെ ആ വീട്ടിനകത്തേക്ക് കയറ്റി ഇരുത്തുന്നതിന് വേണ്ടി DYFIയും പ്രദേശത്തെ പാർട്ടിയും നാട്ടുകാരും എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇതിന്റെ പേരിൽ ആ വീട്ടുകാർക്കോ ഇതിന്റെ ഉടമസ്ഥർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ഭീഷണികളോ നിയമപരമായിട്ടുള്ള നടപടികളുമായി പോവുകയാണെങ്കിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ഈ വീട് പൂട്ടിയ തീരുമാനത്തെ പൊളിച്ച ആ പൂട്ട് പൊളിച്ച് അകത്ത് കിടക്കാൻ ഞങ്ങൾ കാണിച്ച പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ പേരിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ കേസെടുക്കുകയാണെങ്കിൽ ആ കേസുകളെ പോലും ഞങ്ങൾ നിയമപരമായി നേരിടും. ഇനി ഒരു തരത്തിലും ഒരു ഭീഷണിയും ഒരു പ്രൈവറ്റ് ബാങ്കിംഗ് മേഖലയ്ക്കകത്തുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ ഈ നാടിനകത്ത് DYFI ഉണ്ടാവും എന്നതിന്റെ തെളിവാണ് ഒരു വീട്ടുകാരെ മൊത്തം വീട്ടിൽ നിന്ന് മറക്കിവിട്ട ഈ സമീപനത്തിനെതിരെ ഞങ്ങൾ ഇന്നിവിടെ നടത്തിയ ഈ പ്രവർത്തനം എന്ന് മാത്രമാണ് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്.